നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും ബി.ജെ.പിയിൽ അതൃപ്തി. എ ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഘടകകക്ഷികൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയതിൽ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. എം.ടി. രമേശ്, കുമ്മനം രാജശേഖരൻ, ബി. ഗോപാലകൃഷ്ണൻ എന്നിവരെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒഴിവാക്കിയതിലും പാർട്ടിയിൽ തർക്കങ്ങളുണ്ട്. കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരം സെൻട്രലിൽ പരിഗണിക്കാനാണ് സാധ്യത. മത്സരിക്കാനായി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി. ഗോപാലകൃഷ്ണൻ ഒരുക്കങ്ങൾ നടത്തിയ കൊടുങ്ങല്ലൂർ 2020 നൽകി. മറ്റൊരു എ ക്ലാസ് മണ്ഡലമായ തൃപ്പൂണിത്തറയും 2020 തന്നെ. തൃപ്പൂണിത്തറ ലക്ഷ്യമിട്ടിരുന്ന ബി.ജെ.പി നേതാക്കൾ അതൃപ്തിയിലാണ്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന റാന്നി BDJS നൽകിയതിലും ഒരു വിഭാഗത്തിന് നീരസമുണ്ട്. കുമ്മനം മത്സരിച്ച ആറന്മുളയും ഘടകകക്ഷിക്ക് നൽകാനാണ് തീരുമാനം. കുമ്മനവും എം.ടി. രമേശും ശ്രീധരൻപിള്ളയും ഒഴിവാക്കപ്പെട്ടു. പിന്നെ തെരഞ്ഞെടുപ്പാകുന്ന സമയത്ത് ധാരാളം ആളുകൾ മത്സരിക്കണം, സ്ഥാനാർത്ഥികളാകണമെന്ന് ആഗ്രഹമുണ്ടാകും. ഒരു മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും. എല്ലാവർക്കും സീറ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ചില അസ്വസ്ഥതകളുണ്ടാകും. തൃശൂർ ആഗ്രഹിച്ച ജേക്കബ് തോമസും ആദ്യഘട്ട പട്ടികയിൽ പുറത്താണ്. മത്സരിക്കാൻ ഉറപ്പിച്ച നെന്മാറ മണ്ഡലം ഘടകകക്ഷിക്ക് നൽകിയതിൽ പാലക്കാട് ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവനും അതൃപ്തിയുണ്ട്. പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരം സെൻട്രൽ കുമ്മനത്തെ പരിഗണിച്ചേക്കും. പക്ഷേ തിരുവനന്തപുരത്ത് കരമന ജയൻ ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. കാസർഗോഡിനായി ML അശ്വിനിയും ശ്രീകാന്തും പരിഗണനയിലാണ്. ചിറയൻകീഴ് ആശാനാഥിനെ പരിഗണിച്ചേക്കും. രണ്ടാം ഘട്ട പട്ടിക ഇന്ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. VS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.